വോട്ട് ചോരി റാലിയിലെ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. മോദിയുടെ ശവക്കുഴി തോണ്ടുമെന്ന് പറഞ്ഞത് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തലാണ്. ഇത്തരം തരം താഴ്ന്ന പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ല. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ചുള്ള പ്രചാരണം ശക്തമാക്കിക്കൊണ്ടാണ് ദില്ലി രാംലീല മൈതാനത്ത് കൂറ്റൻ റാലി നടന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും അടക്കമുള്ള മുതിർന്ന നേതാക്കളും കേരളത്തിൽ നിന്നടക്കം സംസ്ഥാന ഘടകങ്ങളുടെ ചുമതലയുള്ളവരും പങ്കെടുത്തു. അധികാരം ഉപയോഗിച്ച് ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം അട്ടിമറിച്ചാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ തുടരുന്നതെന്നും സത്യവും അഹിംസയും മുറുകെ പിടിച്ചുകൊണ്ട് ഇവരെയും തോൽപ്പിക്കാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ കൃത്യമായി മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്ത് പറഞ്ഞ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. BJPയുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഒരു നാൾ രാജ്യത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. മോദി ഒരിക്കൽ തോറ്റാൽ തിരിച്ചു വരില്ല എന്നും ചരിത്രത്തിൽ നിന്നുപോലും ഇല്ലാതാകുമെന്നും മല്ലികാർജുൻ ഖാർഗെയും വിമർശിച്ചു. സമീപ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് രാംലീല മൈതാനത്ത് ഒഴുകിയെത്തിയത്. വേദിക്ക് മുന്നിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി വോട്ടുകൊള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ശേഖരിച്ച 5 കോടി ഒപ്പുകൾ ചാക്കിൽ നിറച്ചു വെച്ചിരുന്നു. ഇതെല്ലാം രാഷ്ട്രപതിക്ക് നൽകുന്ന നിവേദനത്തിനോടൊപ്പം കൈമാറുമെന്ന് നേതാക്കൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP തിരിച്ചടിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള റാലിയാണ് രാംലീല മൈതാനത്ത് രാഹുലും പ്രിയങ്ക ഗാന്ധിയും നടത്തിയതെന്നും സംബീത് MP പറഞ്ഞു. വോട്ടുകൊള്ള ഉയർത്തി വിവിധ സംസ്ഥാനങ്ങളിലേക്കും റാലികൾ വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന.